പക്ഷേ കോമഡി ഉള്ള സ്ഥലങ്ങളുണ്ട്. ആ ഇഷ്യൂ കാരണം ഉണ്ടാവുന്ന ചില ഹ്യൂമേഴ്സിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. ശരിക്കും റിലേറ്റബിൾ ആണ് കുറേയൊക്കെ. അതെ, നല്ലതാണ്. അവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ഒക്കെ വർക്ക് ആയിട്ടുണ്ട്. ഒരു എന്താ പറയുക, സദാചാര റിലേറ്റഡ് സാധനം തന്നെയാണ്. ഒരു വില്ല ഫ്ലാറ്റിലേക്ക് നടക്കുന്ന ഒരു സ്റ്റോറി ബേസ്ഡ് ആണ് സംഭവം. ബിജുവിനും സുരാജിനുള്ള കോമ്പോസിനൊക്കെ കൊള്ളാം. അത്യാവശ്യം ഒരു പിടിച്ചിരുന്ന എലമെന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. വൺ ടൈം വാച്ച്. ഫാമിലി ഓഡിയൻസിനുള്ള പടമാണ്. ഫാമിലി ഓഡിയൻസ് ആണ്, വൺ ടൈം വാച്ചബിളാണ്. ഒരു ത്രില്ലർ എലമെന്റ്സ് ഒക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ 2 മണിക്കൂറല്ലേ പടം ഉള്ളൂ, നമ്മൾ കണ്ടിരിക്കാം. പടം കൊള്ളാം, പടം അടിപൊളിയായിട്ടുണ്ട്. നടന്ന സംഭവം കൊള്ളാം. നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമാണ്. ഒരു റിയലിസ്റ്റിക് ടൈപ്പ് ഓഫ് ഒരു മേക്കിങ്ങും പരിപാടിയൊക്കെയാണ്. നല്ല രസമുള്ള ഒരു 2-2.5 മണിക്കൂർ എൻഗേജിങ് ആയിട്ട് നല്ല രസമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. അത് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ബിജുചേട്ടനാണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരവരുടെ ക്യാരക്ടേഴ്സൊക്കെ എല്ലാവരുടെയും ക്യാരക്ടറൈസേഷൻസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊക്കെ ശരിക്കും റിലേറ്റബിൾ ആണ്. തൊട്ടടുത്ത് ഇപ്പോൾ ഒരു ഇൻട്രോഡിങ് പരിപാടിയൊക്കെയാണ്. രസമുള്ളൊരു പരിപാടിയാണ്. മൊത്തത്തിൽ നമുക്കൊക്കെ ശരിക്കും സമൂഹത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. ശരിക്കും റിലേറ്റബിൾ ആണ് കുറേയൊക്കെ. രസമുള്ള നടന്ന സംഭവം ബിജു മേനോന്റെയും സുരാജിന്റെ ഒരു ഗംഭീര ഒരു പടം, ഒരു കോമഡി പടം അങ്ങനെ വേണം പറയും. പിന്നെ ഇന്റർവെൽ പഞ്ചൊക്കെ കണ്ടപ്പോൾ ബിജു മേനോൻ മറ്റേ ബുള്ളറ്റിലൊക്കെ വന്നെ കണ്ടപ്പോൾ ഒരു അയ്യപ്പൻ കോശി ലെവൽ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ഒരു ലെവലല്ല ഇത്. ഒരു കോമഡി പടം പോയണ രീതിയിൽ, അതായത് എങ്ങനെ ഇപ്പോൾ പറയാ, ഇപ്പം എങ്ങനെ പറയാം, സദാചാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. എന്തായാലും കൊള്ളാം. ഇത് ബോറടിക്കില്ല. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്, കണ്ടിരിക്കാം. ബിജുമേനോൻ സുരാജിന്റെ കോമ്പോ, ബിജുമേനോൻ സുരേഷിന്റെ കോമ്പോ കുഴപ്പമില്ല, കണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിൾ. പടം കോമഡി ഉണ്ട്, കുറച്ച് ആക്ഷൻ ഉണ്ട്. ഒരു ഫാമിലി ഓറിയന്റഡ് പടമാണ്. കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നു അങ്ങനെ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു പടം? പടം അടിപൊളിയാണ്, സൂപ്പർ സിനിമയാണ്. എന്താ പറയുക, ബിജുമേനോൻ സാറ് തകർത്തിട്ടുണ്ട്. സുരാജ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പടം. എല്ലാവരും കണ്ടിരിക്കണം ഈ പടം. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഡ്രാമയാണ്, നല്ല രസമാണ് പടം കണ്ടിരിക്കാൻ. ഫാമിലി ഡ്രാമയാണ്. എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണുക. നമ്മുടെ സംഭവം എന്താണെന്ന് അറിയണ്ടേ, അപ്പോൾ പറയാ. വേർഡ് ഓഫ് മൗത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് നല്ല സിനിമയെന്ന് പറയാം. എന്നിട്ട് എല്ലാവരും തിയേറ്റേഴ്സിൽ വന്ന് കാണുക. നടന്ന സംഭവം എന്താണെന്ന് അറിയാം.